ഒത്തിരി പൈസ കിട്ടാൻ കാണുമല്ലോ ആ കാലഘട്ടത്തിൽ. എനിക്ക് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ട്. അതെ അതെ, അവസാനത്തെ ചെക്ക് മിക്കവാറും കിട്ടില്ല, ചെക്ക് ആയിരിക്കുമല്ലോ, അങ്ങോട്ട് കളയും. പക്ഷെ ആര് നമുക്ക് പൈസ തരാണ്ട് പിന്നെ അവര് നമ്മളെ വിളിക്കില്ല. വേഷവും പോയി, പൈസ കറക്റ്റായിട്ട് പൈസ വാങ്ങി മേടിക്കുന്ന ആൾക്കാരെ അവർ പിന്നെ വിളിക്കും. നമ്മളത് വിട്ടുകളയാന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ്. അന്ന് ഈ സംഘടനകളൊക്കെ അന്നും ഉണ്ടല്ലോ, അന്നും സംഘടനകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 31 വർഷമായി അമ്മ സംഘടന വന്നതിന് ശേഷം വളരെ കുറഞ്ഞില്ലേ അതൊക്കെ? അതാണ് ചോദിച്ചത്. അമ്മ സംഘടന വന്നതിന് ശേഷം ഞങ്ങളൊരു പിന്നെ മദ്രാസിൽ ഒരു സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ദിലീപാണ് അതിൽ മെയിൻ റോള് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അവസാനം അവരെ പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസ ഇല്ലാതെ എന്തോ വന്നു. പൈസ ഇല്ലാതെ വന്നുകൂടി ഇവർ ഞങ്ങളെ പിന്നെ വിട്ടില്ല, ആർട്ടിസ്റ്റുകളെ വിടില്ല എന്നായി. മദ്രാസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മമ്മൂക്കയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞങ്ങളിവിടെ ഇങ്ങനെ കുടിയും കിടക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു. നമുക്കവിടെ ഒറ്റ കോള് നമ്മളെ കയറ്റി വിട്ടു. അന്ന് പിന്നീട് അങ്ങനത്തെ സംഘടനകൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബലമാണ്. സംഘടനകൾ വന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല തോന്നുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പൈസ കൊടുക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ട്, കാരണം ഇപ്പൊ കൊടുക്കാതിരുന്നാലും വലിയ വലിയ എമൗണ്ടാണ് ഓരോരുത്തർ വാങ്ങുന്നേ. കുറച്ചും കൂടി വിട്ടാലും കുഴപ്പമില്ല, അവർക്ക് കിട്ടിയിട്ട് ബാക്കിയേ. അതെ, വലിയ എമൗണ്ടുകളാണ് എല്ലാവരും വാങ്ങുന്നത്. നമുക്ക് ഇപ്പോഴും പൈസ പറയാൻ അറിയില്ല. അയ്യോ, വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളൊരു ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ബുദ്ധിമുട്ട്. ആദ്യത്തെ പ്രതിഫലം 2500 രൂപ. 2000 അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എമൗണ്ട്. അതിന്റെ കൂടെ ഒരു രൂപയും കൂടെ ഉണ്ട്, അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണ് തരുന്നല്ലേ, ക്യാഷ് ആയിട്ട്? അതെ, ചെക്കൊന്നുമില്ല, നമുക്ക് ഇതൊന്നുമില്ലല്ലോ, ബാക്കിയൊന്നും ഇല്ലല്ലോ. അതെ. പിന്നീട് അക്കൗണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. ഈ കണക്കുകൾ ആരെയാ ബോധിപ്പിക്കുന്നത്? ഇപ്പം നമ്മൾ അന്ന് ചെറുതാണല്ലോ, നമുക്ക് പൈസയുടെ വാല്യൂ എത്രയാന്നും കൂടെ അങ്ങനെ അറിയില്ലാത്ത സമയം അന്ന് കൂടെ ആരാണ്? അങ്ങനെ അന്ന് ആയിഷാത്തായിരുന്നു കൂടെ ഉണ്ടായത്. അങ്ങനെ ഒരു കണക്ക് പറയാൻ മാത്രം പൈസ അന്നില്ലല്ലോ, അങ്ങനൊന്നുമില്ല. കണക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോയിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അന്ന് കോള് ബുക്ക് ചെയ്ത് വിളിക്കണം, ഒരേ ഫോൺ കോൾ വരാനുള്ള പ്രതീക്ഷ ഉണ്ടാകും, നമുക്ക് അടുത്ത സിനിമയ്ക്ക് വിളിക്കാനുള്ള. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ ഇരുന്നിട്ടില്ല. ഇല്ല, എനിക്ക് വന്നാൽ പോയി ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇരിക്കണം ശരിക്കും നമ്മൾ. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. തിരക്കായി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? തിരക്കിലേക്ക് പോയല്ലോ, പിന്നീട് തിരക്കായി തുടങ്ങിയല്ലോ. ഇന്നത്തെ നടിക്ക് പിന്നീട് തിരക്കാണ്, നിൽക്കാൻ പോലും സമയമില്ലാത്ത സമയമുണ്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്ന ആരായിരുന്നു? ഞാൻ തന്നെ, ഒറ്റയ്ക്ക് തന്നെ. കൂടെ ആളുണ്ടാവും, പക്ഷെ അന്ന് കൂട്ടത്തിൽ ആൾ കൊണ്ടുപോയിരുന്നു, ഒരു സ്ത്രീ ഉണ്ടാവും കൂടെ. പിന്നെ അത് വേണ്ടാച്ചത് പിന്നത്തെ കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ വരെ പേടിയില്ലൊരു ക്യാരക്ടറായിരുന്നു, ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ലേനയൊക്കെ വന്ന സമയത്ത് ലേനയൊക്കെ ഒറ്റയ്ക്ക് വരുന്നു. അയ്യെന്ന് നാണക്കേടാണല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ ആളെയും കൂട്ടി പോകുന്നത്. പിന്നെ അന്ന് കൂടെ ആൾക്ക് പൈസയും കൊടുക്കുകയായിരുന്നു കേട്ടോ. അതിപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം അത് നിർത്തലാക്കിയിരുന്നു. ഇപ്പം എനിക്കറിയില്ല, പിന്നെ അതൊക്കെ ഒരു സമയത്ത് നിർത്തലാക്കി. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോവും, ഒറ്റയ്ക്ക് തന്നെ വരും. അന്ന് പേടിയായിരുന്നു. ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇനി കൊച്ചു കുട്ടികൾ വരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മോശമല്ലേ, കൊടുത്തില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.